വിഷ്ണു, രാഘോപൂർ മണ്ഡലം എടുത്താൽ തേജസ്വി യാദവ് ഇപ്പോൾ ലീഡിലേക്ക് കയറി വന്നിരിക്കുന്നു. 6 റൗണ്ട് കഴിയുമ്പോൾ 219, 3000-ൽ പരം വോട്ടിന് 4 റൗണ്ടിൽ പിന്നിൽ പോയ തേജസ്വി യാദവ് 6 റൗണ്ട് കഴിയുമ്പോൾ വളരെ ചെറിയ ലീഡ് ചെയ്യുന്നു, വളരെ ചെറിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു അല്ലേ? 219. ശരത്ത്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. തേജസ്വി യാദവ് 4ാം റൗണ്ടിൽ പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോൾ വീണ്ടും ലീഡെടുത്തിരിക്കുകയാണ്. 6ാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ തേജസ്വി യാദവ് രാഘോപൂർ മണ്ഡലത്തിൽ 219 വോട്ടിൻ്റെ ഒരു ലീഡിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഏതായാലും തേജസ്വി യാദവ് ഇത്തരത്തിൽ രാഘോപൂർ മണ്ഡലത്തിൽ വലിയ ലീഡിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു പ്രതികരണം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ചുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണ് NDA സഖ്യം എത്തി നിൽക്കുന്നത്. 192 സീറ്റിലേക്ക് ഒരു ലീഡിലേക്കാണ് NDA സഖ്യം എത്തി നിൽക്കുന്നത്. അതായത് ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കാണ് NDAയുടെ ഒരു ലീഡ് എത്തി നിൽക്കുന്നത്. BJPക്കും JDUവിനും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു. 2020-ലെ ഒരു വോട്ടെടുപ്പ് വെച്ച് നോക്കുമ്പോൾ, 2020-ലെ ഫലം വെച്ച് നോക്കുമ്പോൾ BJP 11 സീറ്റുകളിലാണ് അധികം BJPക്ക് നേടാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ നേട്ടം ഇത്തവണ ഉണ്ടാക്കുന്നത് JDU ആണ്. അതോടൊപ്പം തന്നെ LJPയും വലിയ നേട്ടമുണ്ടാക്കുന്നു. JDU 77 സീറ്റുകളാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതായത് 2020 നിന്ന് 34 സീറ്റ് അധികം JDUവിന് ലഭിക്കുന്നു. അത്തരത്തിൽ 77 സീറ്റിലേക്ക് ഒരു ലീഡിലേക്ക് JDU എത്തുന്നു. അതോടൊപ്പം തന്നെയാണ് LJP 21 സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ നേട്ടം NDA സഖ്യകക്ഷികൾക്കൊക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നു. മറുഭാഗത്ത് RJDക്ക് വലിയ ഒരു തകർച്ചയിലേക്ക് RJD പോകുന്നു. 33 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ RJD ഒരു ലീഡ് ചെയ്യുന്നത്. 42 സീറ്റിൻ്റെ ഒരു കുറവാണ് കഴിഞ്ഞ 2020-ലെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ. 42 സീറ്റുകളിൽ RJD താഴേക്ക് പോയ സാഹചര്യമാണ്. CPIML 7 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് 5 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. CPIയും CPIMും ഓരോ സീറ്റ് വീതവും ലീഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ CPIM ഒരു ഘട്ടത്തിൽ 2 സീറ്റുകളിൽ ലീഡ് ചെയ്തിരുന്നു. അതായത് CPIMൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള വിഭൂതിപൂരും അതോടൊപ്പം തന്നെ ഹയാഗഡ് മണ്ഡലങ്ങളിലായിരുന്നു CPIM ലീഡ് ചെയ്തത്. അതിൽ ഹയാഗഡ് മണ്ഡലത്തിൽ ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLA BJP നേതാവ് വീണ്ടും ലീഡ് എടുത്തിട്ടുണ്ട് ഹയാഗഡ് മണ്ഡലത്തിൽ. അത്തരത്തിൽ CPIM ഒരു സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. CPI ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ NDA വലിയ നേട്ടം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടുന്നു. 191 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മഹാസഖ്യം 47 സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസുദ്ദീൻ ഒവൈസിയുടെ AIMIM 3 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ BJP വലിയ തരത്തിലുള്ള ആഘോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. BJP ആസ്ഥാനത്തൊക്കെ വലിയ ആഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. കാരണം BJP സംബന്ധിച്ച് വലിയ ഒരു നേട്ടം, വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് വോട്ട് ചോരി, അതോടൊപ്പം തന്നെ SIR നടപ്പാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അതുകൂടി വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടം, NDA സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്തായാലും നേതാക്കളൊക്കെ തന്നെ വലിയ തോതിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത് പവൻ ഖേര. വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, പവൻ ഖേരയുടെ പ്രതികരണം നമ്മൾ അല്പം മുമ്പ് കൊടുക്കുകയുണ്ടായി. രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു. ബീഹാറിൽ വിജയാഘോഷങ്ങൾ NDA മുന്നണിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട തുടർ ചർച്ചകളെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യും.